പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ചതിലും വളരെ വൈകിയാണ് നമ്മുടെ പരിപാടി. സാങ്കേതിക കാരണങ്ങൾ, ആളുകൾ എത്തിപ്പെടാനുള്ള താമസമൊക്കെ കാരണം ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മുടെ പരിപാടി ആരംഭിക്കുന്നത്. ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും, അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയെ, വിധി പറയും ദിവസത്തിനേകാധിപനെ, നിയതമാരാധിപ്പു ഞങ്ങളങ്ങയ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹഭദ്രമായോർദൻ മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയെല്ലാം സന്മാർഗഭ്രഷ്ടർ തൻ വഴിയുമെല്ലാം. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും, അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. വളരെയധികം ആനന്ദമുള്ള ഒരു സദസ്സാണിത്. ഇവിടെ എല്ലാവർക്കും ഒറ്റ പേരേ ഉള്ളൂ. എല്ലാവരും വിദ്യാർത്ഥികളായിരുന്നു, പൂർവ്വ വിദ്യാർത്ഥികൾ. ഇവരെ അധ്യക്ഷനും സ്വാഗതകനും ഉദ്ഘാടകനും മറ്റ് സദസ്സിലുള്ളവരെല്ലാവരും ഒരേ ഗണത്തിൽപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് നമ്മുടെ ശൈശവകാലത്ത് നമ്മൾ അനുഭവിച്ച അനുഭൂതികൾ വീണ്ടും ഈ മുറ്റത്ത് വരുമ്പോൾ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എല്ലാവരുടെ മുഖത്തും ആ പ്രതീക്ഷ തന്നെയാണ്. ഇവിടെ പല ഗണത്തിൽപ്പെട്ട ആളുകളുണ്ട്. പ്രായം ചെന്നവർ, മധ്യവയസ്കർ, യുവാക്കൾ, കുട്ടികൾ. പക്ഷേ എല്ലാവരുടെയും മനസ്സ് ആ കുട്ടിക്കാലത്തുള്ള ഒരു മനസ്സാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ഉദ്യമത്തിന് നമ്മൾ മുൻകൈയെടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഈ വിദ്യാലയം 1924 മഹാനായ സയ്യിദ് അലവി കോയത്തങ്ങൾ തുടക്കമിട്ടൊരാശയമായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടൊരവസരത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. തുടക്കം കുറിച്ച കാലത്തുള്ളവരാരും ഇന്ന് ഈ ഭൂമിലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് മാത്രമല്ല, അവിടുന്ന് ഇങ്ങോട്ട് 20 വർഷം പിന്നിട്ട കാലത്ത് ജീവിച്ചവർ പോലും വിരളമാണ്. നമ്മൾ ഇന്ന് ഈ സ്കൂളിൽ പഠിച്ച് 80 വയസ്സ് പൂർത്തിയായവരെ കണ്ടെത്താൻ ഒരു പരിശ്രമം നടത്തിയപ്പോൾ നമുക്ക് വെറും 7 പേരെ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത്. അത്തരമൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത്. അത്രയും ഇരുണ്ടൊരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് പരിഷ്കാരത്തിൻ്റെ നമ്മൾ മനസ്സിൽ കാണുന്നത് പോലും ഇന്ന് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത്. അപ്പോൾ ആ 100 വർഷം മുമ്പ് നമ്മുടെ നാട്ടിന് വെളിച്ചമാക്കാൻ, ആദ്യാക്ഷരം പകർന്നു നൽകാൻ ഉള്ള ആശയം നൽകിയ ഒരു മഹാനെക്കുറിച്ച് ഓർക്കാതെ നമുക്ക് ഈ സദസ്സ് തുടങ്ങാൻ സാധ്യമല്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് നിരവധി ആളുകൾ നമ്മുടെ ഈ സ്ഥാപനം നിലനിർത്തുന്നതിന് കഠിനാധ്വാനം ചെയ്തവരുണ്ട്. അവരൊക്കെ ഞാൻ പേരെണ്ണി പറയുന്നില്ല. എൻ്റെ ഓർമ്മയിൽ വരുന്ന 1-2 ആളുകൾ. കാരണം ഞാൻ ഈ സ്കൂളിൽ വരുന്ന മുതൽ ഈ സ്കൂളിന് നേതൃത്വപരമായ പങ്ക് വഹിച്ച ഖാദർ ഹാജി, അതുപോലത്തെ അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ PK തങ്ങൾ പോലത്തെ ആളുകൾ നമ്മൾ ഓർക്കാതെ പോകുന്നത് നമുക്ക് തീർത്തും ഒരു അതിക്രമമായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വേദിയിലിരിക്കുന്നത് നമ്മെ ചെറുപ്പകാലത്ത്, ശൈശവകാലത്ത് നമ്മുടെ ഈ വിദ്യാലയത്തിൽ വന്നപ്പോൾ ഒരു വളരെ ലാളനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും നമ്മളെ താലോലിച്ച്
നമുക്ക് ആദ്യ പാഠങ്ങൾ പറഞ്ഞു തന്ന അധ്യാപകരുമുണ്ട് ഈ സ്റ്റേറ്റ്. അതാണ് നമ്മുടെ ഈ സദസ്സിൻ്റെ വലിയൊരു പ്രത്യേകത. നമുക്ക് ദീർഘമായൊരു പ്രസംഗം നടത്താനുള്ള സമയം നമുക്ക് അനുവദിക്കുന്നില്ല. നമ്മൾ 2 മണിക്ക് തുടങ്ങണമെന്നാണ് ആഗ്രഹിച്ചത്. 2:30 മണിക്കെങ്കിലും ഈ ഫംഗ്ഷൻ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ചില സാങ്കേതിക ഘടകങ്ങൾ, ആളുകൾ വന്നെത്താനുള്ള സമയത്തിൻ്റെ ഒക്കെ പരിധിയും പരിമിതികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ 3:15 വെറും 3/4 മണിക്കൂർ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് നീട്ടിപ്പരുത്തി പറയാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഈ സ്കൂളിൻ്റെ 100ാം വർഷ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ മനസ്സിൽ വന്ന ഒരാശയമായിരുന്നു അതിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് മാനേജ്മെൻറ്റ് അതിനൊരു അജണ്ട നിശ്ചയിച്ചപ്പോൾ അതിന് മുന്നോടിയായി നമ്മുടെ ഇവിടെ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിരന്തരം ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ആളുകളെ എല്ലാം മുൻകൂട്ടി വിളിച്ചു വരുത്തി ഇവിടെ ഈ 100 വർഷത്തിനുള്ളിൽ നിന്ന് ജീവിച്ചിരിപ്പുള്ള എല്ലാ വിദ്യാർത്ഥികളെയും പ്രതിനിധീകരിക്കുന്ന അവരൊക്കെ കൂട്ടിക്കൊണ്ട് ഒരു അലുമിനി രൂപീകരിക്കുക എന്ന ഒരാശയം വരികയും അതിനുവേണ്ടി നമ്മളൊരു വിപുലമായ ഒരു കൺവെൻഷൻ വിളിക്കുകയും അതിൽ നിന്ന് ഒരു അലുമിനി എന്ന ഒരാശയം നമുക്ക് പുറത്തു വരികയും അതിന് ഒരു അലുമിനി കമ്മിറ്റി അസോസിയേഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ചെയർമാനായി നമ്മുടെ ബഹുമാനപ്പെട്ട വിശ്വനാഥ മേനത്തിനെയും അതിൻ്റെ ജനറൽ കൺവീനറായി ഈ ഉള്ളവനെയും എൻ്റെ ട്രഷററായി നമ്മുടെ എൻ ജമാലുദ്ദീനെയും അതിൻ്റെ വൈസ് ചെയർമാൻമാരായി അഷീ സയഞ്ചിരം, അനീഫ AP, അബൂബക്കർ നഹ, അബ്ദുറഹ്മാൻ VP എന്നിവരെയും ജോയിൻറ്റ് കൺവീനറായി അബക്കബർ തങ്ങൾ, ഷമീർ CV, സൈനുദ്ദീൻ, ഷഫീഖ് എന്നിവരെ തിരഞ്ഞെടുത്ത് 33 എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ ഒരു അലുമിനിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇത്രയും പറയാൻ കാരണം അതിലേറെ പ്രഗത്ഭരായ അതിലേറെ സംഭാവനകളും ശാരീരികമായും ചിന്താപരമായും മാനസികപരമായും ഒക്കെ ഈ അലുമിനിക്ക് ഊർജം നൽകാൻ കഴിവുള്ളവർ ഈ സദസ്സിലുണ്ട് എന്ന ബോധം കൊണ്ടാണ് നമ്മൾ ഏൽപ്പിക്കപ്പെട്ടവർ അന്ന് വന്ന സദസ്സിൽ നിന്ന് ചില ആളുകളെ തിരഞ്ഞെടുത്തെന്ന് മാത്രമാണ്. നമ്മൾ ഇങ്ങനെ ഒരു യോഗം വിളിച്ച് ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളെല്ലാവരും ഇതിനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നതിനാണ്. ഒരുപാട് പ്രഗത്ഭരുണ്ട് പല ഘട്ടങ്ങളിൽ, പല മേഖലകളിൽ, വിദ്യാഭ്യാസപരമായും പല ഉന്നതങ്ങളിൽ ജോലി ചെയ്യുന്നവരും സേവനമനുഷ്ഠിക്കുന്നവരുമൊക്കെ ഈ സദസ്സിലുണ്ട്. ഈ വേദിയിലിരിക്കുന്നതിനേക്കാൾ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളാണ് ഈ സദസ്സിലുള്ളത്. അവർ ഈ അലുമിനിയുമായി സഹകരിച്ച് പ്രവർത്തിക്കണം, അവരൊക്കെ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അത് ഈ അലുമിനി രൂപീകരിച്ചതിന് പ്രഥമ ലക്ഷ്യം നമ്മുടെ ഈ ഗ്രാമത്തിലെ ഈ സ്കൂളിനെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. 100 വർഷമായ സ്കൂള്, അതിന് കാലാകാലങ്ങളിലായി അതിലെ വിദ്യാർത്ഥികളുടെ അംഗസംഖ്യ കുറഞ്ഞു വരുന്നുണ്ട്. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ഉള്ള മാറ്റങ്ങൾ ഓരോ ചിന്താഗതിയുടെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. അത് എനിക്കിവിടെ തീർത്തു പറയാനുള്ളത്, ഇവിടെ 100 കുട്ടികളാണ് ഈ സ്കൂൾ പഠിക്കുന്നത് എങ്കിൽ ആ 100 കുട്ടികളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ സ്കൂളിൽ നിന്ന് പോയവർക്കുണ്ട് എന്ന് കൊടുക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ മറ്റു പലവരും നല്ല ഉന്നതമായ അല്ലെങ്കിൽ വേറെ പല കാരണങ്ങൾ മറ്റു സ്കൂളിൽ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ സ്കൂളിൻ്റെ ചുറ്റുപറ്റത്തുള്ള പാവങ്ങളിൽ പാവങ്ങളായ അല്ലെങ്കിൽ ഈ സ്കൂളിനോട് ആത്മബന്ധം പുലർത്തുന്ന ഒരുപാട് കുട്ടികൾ ഈ സ്കൂളിൽ വരുന്നുണ്ട്. അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഈ സ്കൂളിൻ്റെ PTA-ക്കും ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും ഒരുപാട് പദ്ധതികൾ അവരുടെ മുന്നിലുണ്ട്. അതുമായി സഹകരിച്ചുകൊണ്ട് ഈ സ്കൂളിന് ആധുനിക രീതിയിലുള്ള ഒരു സ്കൂളാക്കി മാറ്റുന്നതിന് വേണ്ടി മാത്രമാണ് അതിനുള്ള ചിന്തകളും അതിനുള്ള ആശയങ്ങളും അതിനുള്ള പരിപാടികളും മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരമൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന പേരിൽ നിങ്ങളെല്ലാവരും ഇവിടെ വിളിച്ചെടുത്തത്. ഈ സ്കൂളിൻ്റെ അവസ്ഥ നിങ്ങളറിയണം. ഈ സ്കൂളിൻ്റെ പുരോഗതിക്കുള്ള പ്ലാനുകളും പദ്ധതികളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരണം. അതിനുള്ള സഹായവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇവിടെ എല്ലാ ചുറ്റുപാടത്തെ സ്കൂളുകളൊക്കെ അത് അവർ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളുകൾക്ക് ആധുനിക രീതിയിലുണ്ട്. ഇവിടെ ഫീസുകളില്ലാത്ത സ്കൂളാണ്. പക്ഷേ നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികൾ വിചാരിച്ചാൽ അതിനേക്കാൾ കൂടുതൽ ആധുനിക രീതിയിലുള്ള സ്കൂളുകളാക്കി മാറ്റാൻ, സ്കൂൾ ക്ലാസ് റൂമുകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഇവിടുത്തെ ഓരോ ക്ലാസ് റൂമുകളും ആധുനിക രീതിയിലുള്ള ഹൈടെക് ക്ലാസ് റൂമുകൾ ആക്കാനുള്ള ആശയങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വന്നിട്ട് വരണമെന്ന ഒരു ചെറിയ അപേക്ഷ കൂടിയുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ സ്ഥാപക മാനേജറുടെ പേരിൽ മാനേജ്മെൻറ്റ് പുതിയ 2 ബിൽഡിങ്ങിന്
ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനുള്ള തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ള എല്ലാ വിജയത്തിനു വേണ്ട എല്ലാവിധ പിന്തുണയും മനസ്സറിഞ്ഞുള്ള പിന്തുണ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ കൂടെ നിൽക്കണം. ഈ ബിൽഡിംഗ് ഉയരുന്നത് മാനേജ്മെന്റിന് വേണ്ടിയല്ല, ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയാണെന്ന ഈ കുട്ടികൾ ഉയർന്നു വരേണ്ടവരാണ്. ഈ ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്ന കാര്യത്തിലും അവരുടെ പാഠ്യേതര വിഷയങ്ങളിലുമൊക്കെ നല്ല കഴിവുള്ള കുട്ടികളാണ്. കാരണം ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഒരുപാട് കലാപരിപാടികൾ ഇതിനൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞു. അതിനെല്ലാം സാക്ഷിയാകാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഇവിടുത്തെ കുട്ടികൾ കഴിവുള്ള കുട്ടികളാണ്, പ്രാഗൽഭരായ കുട്ടികളാണ്. അവർക്ക് ബാക്കപ്പാണ് വേണ്ടത്, കൈത്താങ്ങാണ് വേണ്ടത്. അതിന് നമ്മൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പൂർവ്വ അധ്യാപകനും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അധ്യാപകനുമായ KP മുഹമ്മദ് മാസ്റ്ററാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. യോഗത്തിന് നിയന്ത്രിക്കുന്നത് നമുക്കെല്ലാം വേണ്ടപ്പെട്ട നമ്മുടെ ഈ അലുമിനിയുടെ ചെയർമാൻ വിശ്വനാഥം മേനാഥാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ യോഗത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ഈ സ്കൂളിൻ്റെ HM അബ്ദുൽ ജലീൽ മാസ്റ്റർ, അതുപോലെ നമ്മുടെ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അലുമിനിയുടെ ഭാഗത്തു നിന്നും VP അബ്ദുറഹ്മാൻ സാഹിബ് വൈസ് ചെയർമാൻ, അതുപോലെ ഈ നമ്മുടെ ഇളയക്ഷേമം സ്വീകരിച്ച് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കഴിച്ച് ഒരുപാട് പരിപാടികൾ മാറ്റിവെച്ച് ഇവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ അധ്യാപകരുണ്ട്. രാധാകൃഷ്ണൻ മാസ്റ്റർ, K വിജയൻ മാസ്റ്റർ, IA മുഹമ്മദ് കോയ മാസ്റ്റർ, MP സുബൈദ ടീച്ചർ, സത്താർ മാസ്റ്റർ, സെയ്താലി മാസ്റ്റർ, മുഹമ്മദ് ഇക്ബാൽ മാസ്റ്റർ, ഇവരെയൊക്കെ വളരെ സ്നേഹപൂർവ്വം ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ കമ്മിറ്റിയുടെ ഭാരവാഹികളായ വൈസ് ചെയർമാൻമാർ അസീസ എഞ്ചിലും അബൂബക്കർ നഹ, അസീസ എഞ്ചിലും ഷഫീഖ്, സൈനുദ്ദീൻ, സമീർ CV തുടങ്ങി എല്ലാവരെയും, അതുപോലെ നമ്മൾ ഈ യോഗത്തിൽ ആദരവർപ്പിക്കുന്നത് ഈ സ്കൂളിൽ പഠിച്ച് 80 വയസ്സ് പൂർത്തീകരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയരായ ആളുകളിലൂടെയുണ്ട്. അവർ കോയാലി KT അബൂബക്കർ, ഹംസ CP, കോയഹാജി, സെയ്തലവി കോയത്തങ്ങൾ എന്നിവരെയും അതിലേറെ ഈ സ്കൂളിന് നേതൃത്വപരമായ നേതൃത്വം നൽകുന്ന ഈ മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കോയട്ടി തങ്ങൾ, ഈ സ്കൂളിൻ്റെ മാനേജർ, അവരൊക്കെ ആദ്യം സ്വാഗതം ചെയ്യുന്നതായിരുന്നു. ഈ സ്കൂളിൻ്റെ മാനേജർ AP ഹുസൈൻ, മുൻ മാനേജർ ബാബാജി, വാർഡ് മെമ്പർ അനീഫ തുടങ്ങി ഈ സദസ്സിലും വേദിയിലുമുള്ളവരൊക്കെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും പ്രിയപ്പെട്ടവരാണ്, എല്ലാവരും തുല്യരാണ്, എല്ലാവരും സ്റ്റേജിലിരിക്കേണ്ടവരും എല്ലാവരും സദസ്സിലിരിക്കേണ്ടവരുമാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഒറ്റവാക്കിൽ സ്വാഗതമർപ്പിക്കൊണ്ട് യോഗത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ വിശ്വനാഥൻ മേനത്തിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞത് പൂർവ്വ വിദ്യാർത്ഥി കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായ KP നിസാർ സാഹിബാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് വിശ്വനാഥൻ മേനോത്താണ്. അദ്ദേഹം ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ചെയർമാൻ കൂടിയാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കൺവീനർ നിസാർ, ട്രഷറർ ജമാൽ, ഉദ്ഘാടകൻ KP മാഷ്, മാനേജർ ഹുസൈൻ തുടങ്ങി ഞാൻ ഓരോരുത്തരും പേര് പറയുന്നില്ല, നമ്മളെ സമയക്കുറവ് കൊണ്ട്. വേദിയിലെയും സദസ്സിലെയും എല്ലാ മാന്യരെയും നമസ്കാരം. ഇന്ന് ഇവിടെ ഇങ്ങനെ ഒത്തുചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഏവർക്കും ആദ്യാക്ഷരം പകർന്നു നൽകിയ പ്രിയ വിദ്യാലയം ഇന്ന് 100ൻ്റെ നിറവിലാണ്. 1924 നമ്മുടെ നാട് സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് പട്ടിണിയും പരിവട്ടവും ജീവിതം പ്രതിസന്ധിയിലാക്കിയിരുന്ന കാലത്ത് അറിവില്ലായ്മയും പിന്നോക്കാവസ്ഥയും അരക്ഷിതാവസ്ഥ തീർത്ത ആകെ ഇരുട്ട് പകർന്ന ആ കാലത്ത് സെയ്തലവി കോയത്തങ്ങൾ എന്ന അക്ഷരസ്നേഹി പടുത്തുയർത്തിയ പ്രകാശഗൗരവമായ ഒരു ഓത്തുപള്ളിക്കൂടമാണ് പിന്നീട് ഈ കടലുണ്ടി നഗരം AMUP സ്കൂൾ എന്ന പേരിൽ ഉണ്ടായ ഈ വിദ്യാലയം. ഈ സ്കൂളിലെ ആദ്യ പ്രധാന അധ്യാപകനും എൻ്റെ ജ്യേഷ്ഠമായ മണിമാസ്റ്ററാണ് എന്നെ ഈ വിദ്യാലയത്തിലേക്ക് വരുവാൻ പ്രേരിപ്പിച്ചതും എന്നെ ഇവിടെ ചേർത്തതും.
അങ്ങനെയാണ് 1 മുതൽ 5 വരെ ഞാനിവിടെ വരുവാനുള്ള സാഹചര്യം ഉണ്ടായത്. അന്നത്തെ കാലത്ത് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിൽ സ്ഥാപകരും അധ്യാപകരും എല്ലാം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനവും ചകിരി പൂത്തലും ചകിരി പിരിയും മറ്റ് അങ്ങനത്തെ ജീവിത മാർഗമായി സ്വീകരിച്ചു പോന്ന ആ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ ഏറെ സാഹസപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വർഷങ്ങൾ 100 കടന്നുപോയി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും പഠിച്ചിറങ്ങി. അക്കൂട്ടത്തിൽ നിരവധി പേർ വിവിധ മേഖലകളിൽ ഉദ്യോഗസ്ഥരായും ബിസിനസ്സുകാരായും ദൈവാനുഗ്രഹം കൊണ്ടും സ്വന്തം കഴിവ് കൊണ്ടും നല്ല ജീവിത നിലവാരത്തിലെത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ഒത്തുചേരുമ്പോഴും പലരും രാജ്യത്തിൻ്റെ പല കോണുകളിലായി മറുനാട്ടിലും ആയി നമ്മുടെ ഈ ഒത്തുചേരലിനെ മനസ്സുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 100 വയസ്സ് ഒരു അപൂർവമായി കിട്ടും. അത് നമ്മൾക്കിവിടെ എനിക്ക് കഴിഞ്ഞ 4 മാസം മുന്നേ ജാപ്പാനിൽ പോകാനൊരു ചാൻസ് കിട്ടി. അവിടെ പോയപ്പോൾ എന്താ സ്ഥിതി? എല്ലാം 95, 97 പറഞ്ഞാൽ ഇഷ്ടം പോലെ ആൾ. ഒരു ദ്വീപിൽ 100 വയസ്സ് തികഞ്ഞ 1 ലക്ഷം പേരുണ്ടെന്നാണ് പറയുന്നത് എല്ലാവരും. കാരണം സുസുക്കിയുടെ ഹെഡ് ചെന്നപ്പോൾ അവിടെ 93 വയസ്സായ ആളാണ്. ആൾ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്നത്. അങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുമ്പോഴും 90 വയസ്സും 97 വയസ്സും ആയതുകൊണ്ട്. പക്ഷെ നമ്മൾക്കതല്ല. നമ്മളിവിടെ ഇന്ത്യയിൽ 100 വയസ്സ് തികഞ്ഞ വ്യക്തി എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കം പേരെ കാണുന്നുള്ളൂ. ആ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് 100 വയസ്സ് ഇന്ന് അപൂർവമായി കിട്ടുന്നതാണ്. കിട്ടിയാൽ തന്നെ പ്രത്യേകിച്ചും ഒന്നും ചെയ്യാൻ പറ്റാത്ത മാതിരി മടക്കം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കാലഘട്ടമാണ് ഇന്ന്. അങ്ങനെയല്ല ഒരു സ്ഥാപനം 100 വയസ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും അർത്ഥത്തിലും പ്രതാപവും പ്രൗഢിയുമായി നിൽക്കേണ്ട സമയമാണ്. പക്ഷേ നമ്മളെ ഈ സ്ഥാപനം അത്രത്തോളം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളെല്ലാവരും കൂടി ഉദ്ദേശിച്ചാൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും ഈ സമൂഹത്തിലുള്ള നാനാവിധത്തിലുള്ള എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ പൂർവ്വ വിദ്യാലയത്തിനെ ഏറ്റവും നല്ല ഒരു വിദ്യാലയമാക്കി മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടെ തന്നെ നമ്മളെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും പഠിച്ച് 80 വയസ്സ് കഴിഞ്ഞ കുറേ പേരുണ്ട്. അതിൽ കുറച്ച് പേര് കൂടുതലുണ്ട്. ഇന്ന് ഇവിടെ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. അവരെല്ലാം നമ്മൾ ആദരിക്കുന്നുണ്ട്. അവർക്കെല്ലാം പ്രത്യേകം അഭിനന്ദനം പറയുകയാണ്. കൂടാതെ നമ്മുടെ ഇവിടെ എന്നെ അടക്കം പഠിപ്പിച്ച അതിന് ശേഷവും ഈ സ്കൂളിൽ അധ്യാപകർ ഇന്ന് എല്ലാവരെയും നമുക്ക് പറ്റിയിട്ടില്ല. പലവരെയും കണ്ടു. പക്ഷേ ഇന്ന് പറ്റിയ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനവും അവരുടെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തതിനാലാണ് വിജയമാഷ് അമ്പാടിയിലെ വിജയമാഷ് ഇന്നലെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വരാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിക്കണമെന്ന് എന്നെ ലഭിച്ചിട്ടുണ്ട്. അതും ഞാൻ ഇവിടെ പറയുകയാണ്. കൂടാതെ എൻ്റെ ഒരു സഹോദരി ഇവിടെ ഉണ്ടായിരുന്നതാണ്, ഹിന്ദി ടീച്ചർ, ബേബി ടീച്ചറും ഈ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ടീച്ചറും എല്ലാവരോടും പ്രത്യേക അന്വേഷണവും അഭിനന്ദനവും അറിയിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഒന്നുകൂടി എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയും എൻ്റെ സഹപാഠിയുമായിരുന്ന പ്രേമൻ, മുതിരക്കാലായി പ്രേമനും ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഒരു ചെറിയ ശാരീരിക അസൗകര്യമുള്ളതുകൊണ്ട് ചിലപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെയും ആശംസകൾ അറിയിക്കുന്നുണ്ട്. സമയം വല്ലാതെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമ്മൾ വൈകിയാണ് തുടങ്ങിയത്. 2 മണിക്ക് ഉദ്ദേശിച്ച് നമുക്ക് 3:15 തുടങ്ങാൻ. അതുകൊണ്ട് ഇത് വല്ലാതെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇന്ന് തറക്കല്ലിടുന്ന സ്കൂൾ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ നിങ്ങളെ എല്ലാവരുടെയും സഹായ സഹകരണം വേണം എന്ന് ഒന്നുകൂടി അപേക്ഷിക്കുകയാണ്, നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുവാൻ ശ്രീ KP മാഷെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ട്രഷററും പൂർവ്വ വിദ്യാർത്ഥിയുമൊക്കെയായ KP മുഹമ്മദ് മാസ്റ്ററാണ് ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നത്. ആദരപൂർവം അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ക്ഷണിക്കുന്നു. ബഹുമാനരും പ്രിയങ്കരനുമായ ഈ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന മാന്യ വ്യക്തികൾ, അധ്യക്ഷൻ വിശ്വനാഥൻ, ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറി KP നിസാർ, ഈ
മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് സി പൂക്കോയത്തങ്ങൾ, സ്കൂൾ മാനേജർ AP ഹുസൈൻ, മുൻ മാനേജർ KP ബാബാജി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുൻ ഹെഡ് മാസ്റ്റർ T രാധാകൃഷ്ണ മാസ്റ്റർ ഉൾപ്പെടെയുള്ള അധ്യാപകർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ, മറ്റധ്യാപകർ, സഹോദരീ സഹോദരന്മാർ, വളരെ കാലത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത്. ഇതിന് മുൻകൈയെടുത്ത ഇപ്പോഴത്തെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന, അവരെ ഞാൻ ഹാർദമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഇതേപോലെ വിപുലമായ രീതിയിൽ കുറേ ദിവസമായി അവരിതിൻ്റെ അണിയറയിലായിരുന്നു. അങ്ങനെ കുറേ സമയത്തെ പരിശ്രമത്തിന് ശേഷമാണ് പലരെയും കാണുകയും ക്ഷണിക്കുകയും ചെയ്തെങ്കിലും ഈ രീതിയിലെങ്കിലും നമുക്ക് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കാൻ സാധിച്ചത്. ഞാനിവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്, പൂർവ്വ അധ്യാപകനാണ്. അതേപോലെ തന്നെ ഈ മാനേജിംഗ് കമ്മിറ്റിയുടെ ഒരു പ്രതിനിധിയായി വളരെ കാലമായി പ്രവർത്തിച്ചു വരികയാണ്. ഈ സ്ഥാപനത്തിൻ്റെ ആദ്യകാല ചരിത്രം സൂചിപ്പിക്കുകയുണ്ടായി. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള വളരെ പിന്നോക്ക വിഭാഗത്തിലും ദരിദ്രരുമായ ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു മേഖല. കടലിൽ മത്സ്യമുണ്ടായാൽ സ്കൂളിൽ കുട്ടികൾ വരാത്ത കാലം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് തീരെ പ്രാധാന്യം കൊടുക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ വീടുകളിൽ പോയി തെരഞ്ഞ് പിടിച്ച് പോലും സ്കൂളിലേക്ക് എത്തിച്ച മഹാനായ സൈദലവി കോയത്തങ്ങൾ, അദ്ദേഹമാണ് ഇതിനിവിടെ തുടക്കം കുറിച്ചത്. പിന്നീട് സ്ഥാപനം മുസ്ലിം അനാഥ സംരക്ഷണ സംഘം ഏറ്റെടുക്കുകയുണ്ടായി. അതിന് ശേഷം MV മുഹമ്മദ് ഹാജി എന്ന ഖാദർ ഹാജി പ്രസിഡൻ്റായി. അതിനുശേഷം പിന്നീട് മൂസക്കോയ ഹാജി പ്രസിഡൻ്റായി, കുഞ്ഞിക്കോയ കുട്ടി തങ്ങൾ പ്രസിഡൻ്റായി. അങ്ങനെ മാറി മാറി പ്രവർത്തിച്ചു വന്നു. ഇതിന് തൊട്ടു മുമ്പ് ഞാൻ പ്രസിഡൻ്റായിരുന്നു. സ്കൂൾ മാനേജറായി നേരത്തെ സൈദലവി കോയത്തങ്ങൾ. സൈദലവി കോയത്തങ്ങൾക്ക് ശേഷം കമ്മിറ്റി ഏറ്റെടുത്തതിന് ശേഷം കുഞ്ഞിക്കമ്മിറ്റി മുസ്ലിയാർ, പിന്നെ AP മൂസക്കോയ ഹാജി, അതിനുശേഷം PK തങ്ങൾ, അതായത് P കോയത്തങ്ങൾ, അദ്ദേഹത്തിൻ്റെ എളാപ്പയാണ് ഈ സ്കൂൾ സ്ഥാപിച്ച ആത്തറയിൽ തറവാട് പ്രതീതിയായ സൈദലവി കോയത്തങ്ങൾ. ഇപ്പോഴത്തെ പൂക്കുഞ്ഞി നൗഷാദ് എന്നിവരുടെ ഉപ്പയുടെ എളാപ്പയാണ് അദ്ദേഹം. അങ്ങനെ തുടർന്നു. പിന്നെ കോയഞ്ഞിത്തങ്ങൾ മാനേജറായി കുറേ കാലം. അതിനുശേഷം ബാബാഹാജി, KP കുഞ്ഞിക്കോയ എന്ന ബാബാഹാജി കുറേ കാലം മാനേജറായി. ഇപ്പോൾ അടുത്ത സമയത്ത് അദ്ദേഹം ഒഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ AP ഹുസൈൻ അതിൻ്റെ മാനേജറായി തുടർന്ന് വരികയാണ്. 100 വർഷത്തെ ചരിത്രം പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ തുടർച്ചയാണത്. ആദ്യത്തെ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ സയ്യിദലവി കോയത്തങ്ങൾ, ഞാൻ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും നാലകത്ത് മുഹമ്മദ് കുട്ടി മാസ്റ്ററായിരുന്നു. 1-ലും 2-ലും 3-ലും ഇവിടെ മമ്മുണ്ണി മാസ്റ്ററാണ്. നാലകത്ത് മമ്മുണ്ണി മാസ്റ്റർ. 1-ാം ക്ലാസ്സിൽ സയ്യിദലവി കോയത്തങ്ങളാണ് പഠിപ്പിച്ചിരുന്നത്. പ്രഥമ ഹെഡ് മാസ്റ്റർ നാലകത്ത് മുഹമ്മദ് കുട്ടി മാസ്റ്ററായിരുന്നു. കമ്മിറ്റി ഏറ്റെടുത്തതിന് ശേഷമാണ്, അതിനെ തുടർന്നാണ് നമ്മുടെ AM രാമകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച മണിമാസ്റ്റർ ഇവിടെ ഹെഡ് മാസ്റ്ററായി ചേരുന്നത്. അദ്ദേഹം മമ്മൂട്ടി മാസ്റ്റർ സ്ഥാനം ഒഴിഞ്ഞ് കൊടുക്കുകയും പിന്നീട് മണിമാസ്റ്റർ ഹെഡ് മാസ്റ്റർ ആവുകയും ചെയ്തു. നിലവിലുള്ള ഒരാൾക്ക് തുടരുന്നതിന്
യാതൊരു സാങ്കേതിക തടസ്സവും ഇല്ല. ഒരാൾക്ക് എത്ര വിദ്യാഭ്യാസ യോഗ്യതയാണെങ്കിലും അയാൾക്ക് തുടർന്നു പോകാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരികയും മണിമാസ്റ്റർ ഹെഡ് മാസ്റ്റർ ആവുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ അതിനെ തുടർന്ന് സ്കൂൾ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ദീർഘകാലത്തെ സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ കുറേയധികം പരിമിതികളുണ്ടായി. 1968 UP സ്കൂളായി ഉയർത്തപ്പെട്ടു. അപ്പോൾ ഇവിടെ പഴയ കാലത്ത് ഈ വിദ്യാലയം ഇത് നമ്മുടെ മാതൃവിദ്യാലയമാണ്. നമ്മളൊക്കെ പഠിച്ചത് ഈ വിദ്യാലയത്തിൽ. ധാരാളം കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്, കുറേ പേര് വന്നിട്ടില്ല. എല്ലാവരും പഠിച്ച ഒരു സ്ഥാപനം. ഒരു മാതാവിൽ നിന്ന് മുലപ്പാൽ കുടിച്ച് വളരുന്നത് പോലെ അങ്ങനെ നമുക്കൊരു കടപ്പാടുണ്ട്. നമ്മൾ ഏതെല്ലാം വേദിയിലെത്തിയാലും ഏതെല്ലാം ഉത്തുങ്ങ രംഗത്ത് വിരാജിക്കുമ്പോഴും ഈ സ്ഥാപനത്തെ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കേണ്ടതുണ്ട്. നമ്മളെ നാമാക്കിയ ഒരു സ്ഥാപനമാണിത്. പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചതിന് ശേഷം പിന്നെ ഹൈസ്കൂളിലും കോളേജിലും പോയി ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. പലരും നാട്ടിൽ ഉയർന്ന ജോലികൾ ചെയ്തു, പലരും ഗൾഫിൽ പോയി. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതിന് നിമിത്തമായത് ഈ സ്ഥാപനമാണ് എന്ന ചിന്ത ഇവിടെ വന്ന ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ പൂർവ്വ വിദ്യാർത്ഥിയുടെയും ഉണ്ടാവേണ്ടതുണ്ട്. ഈ സ്ഥാപനം ഏത് സ്ഥാപനമായാലും നമ്മളെ ചെറുപ്പകാലത്ത് ഒരു വിദ്യാലയത്തിൽ ചെല്ലുമ്പോൾ ശൈശവദശയിൽ കുട്ടികൾ ഒത്തുകൂടി പഠിക്കുന്നു. വീണ്ടും ഒരവസരം കൂടി വളരെ കാലത്തിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഒത്തുകൂടാൻ ഒരു അസുലഭ അവസരം ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. പണ്ട് പഠിക്കുന്ന കാലത്ത് ആ കാലഘട്ടത്തിൽ കുട്ടികൾ ഇടപഴകുമ്പോൾ അക്കാലഘട്ടത്തിലെ എരിവും പുളിവും കയ്പും അതിനോടൊപ്പം മധുരവും എല്ലാം നമ്മൾ അനുഭവിച്ചവരാണ്. ആ കാലത്തെ കുട്ടികൾ തമ്മിൽ കശപിശ ഉണ്ടാക്കുന്നു, അടിയും പിടിയും നുള്ളും പിച്ചും അങ്ങനെ പലതും കൊണ്ടും കൊടുത്തും കുട്ടികൾ ഇടപഴകുന്നു. എങ്കിലും എല്ലാറ്റിൻ്റെയും ഇടയിൽ ഒരു സൗഹൃദമുണ്ട്. കറപുരലാത്ത മനസ്സാണ് അക്കാലത്തുണ്ടാകുന്നത്. ജാതിയോ മതമോ മറ്റു വിധത്തിലുള്ള വേർതിരിവുകളൊന്നും അക്കാലത്തില്ല. ഒരിടത്ത് ഒരിക്കൽ രണ്ട് കുട്ടികൾ തമ്മിൽ വികൃതി കളിക്കുന്നു. അവർ തമ്മിൽ ഉണ്ടായ ആ വികൃതി അതിനെ തുടർന്ന് രക്ഷിതാക്കൾ അത് ഏറ്റെടുക്കുന്നു. ഉമ്മമാരും ഉപ്പമാർ അല്ലെങ്കിൽ അച്ഛന്മാർ എല്ലാം അടിപിടിയായി. ഒടുവിൽ അവർ വടിയും വാളും എടുക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. സർവത്ര കലഹം. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രായം ചെന്ന ഒരു സ്ത്രീ അലറി വിളിച്ച് അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ദൂരേക്ക്. അപ്പോൾ നേരത്തെ നുള്ളിയും പിച്ചിയും അടിപിടി പിണങ്ങിയ ആ കുട്ടികളുണ്ട് അവിടെ കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിച്ച് തലകുത്തി മറിയുന്നു. അതാണ് കുട്ടികളുടെ മനസ്സ്. നമ്മൾ വലുതാകുന്നു, ശാരീരികമായി നമ്മൾ വലുതാകുമ്പോൾ മാനസികമായി നമ്മൾ ചെറുതാകുന്നു. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായി നമ്മളെല്ലാവരും ഇവിടെ ഇപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നു. അപ്പോൾ ഈ സ്ഥാപനം ഇത് നമ്മുടെ മാതൃസ്ഥാപനം, നമ്മെ നാമാക്കിയ ഒരു സ്ഥാപനം. ഇത് ഈ ഒത്തുകൂടൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വസന്തത്തിൻ്റെ ഘട്ടമാണ്. ഈ സ്ഥാപനത്തെ വളർത്തേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് തന്നെ എന്നും ഈ സ്ഥാപനം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇവിടുത്തെ ഭൗതിക സൗകര്യങ്ങൾ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പല സ്ഥലങ്ങളിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളും കമ്മിറ്റി ഉണ്ടാക്കി പലതും സ്കൂളിന് വേണ്ടി ചെയ്യുന്നു. ആ നിലയിൽ നമ്മുടെ സ്ഥാപനം ഇവിടെ 2 കെട്ടിടങ്ങൾക്ക് ഇന്ന് വൈകിട്ട് ബഹുമാന്യരായ അതിഥികൾ വന്ന് അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയാണ്. ആ കെട്ടിടം ഇവിടെ ഉയർന്നു വരണം. അത് ഉയർന്നു വരുന്ന ആ കാര്യത്തിലേക്ക് നമ്മുടെ ഒക്കെ ഒരു കോൺട്രിബ്യൂഷൻ, സഹായം അത് ഉണ്ടാകണം. അങ്ങനെ ഈ അനർഘവേളയിൽ നിങ്ങളോട് അങ്ങനെയുള്ള ഒരു സന്ദേശവും മാത്രം പങ്കുവെച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി
രണ്ട് വാക്ക് ആശംസ അർപ്പിക്കുവാനായി നമ്മുടെ സ്കൂൾ മാനേജറായ ശ്രീ ഹുസൈൻ അവറുകളെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ വിശ്വനാഥൻ, ഈ സദസ്സ് സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്ത് കെ പി നിസാർ, ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകനും കമ്മിറ്റിയുടെ ട്രഷററുമായ കെ പി മുഹമ്മദ് മാസ്റ്റർ, മറ്റു ഈ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രിയപ്പെട്ട ഒരിക്കലും മറക്കാൻ പറ്റാത്ത അധ്യാപകരെ, പൂർവ്വ അധ്യാപകരെ, നമ്മുടെ പ്രിയപ്പെട്ട ഇവിടെ കൂടി എത്തിച്ചേർന്ന പൂർവ്വ വിദ്യാർത്ഥികളെ, മറ്റു പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ സെക്ഷനിൽ കൂടുതൽ ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഏതായാലും ഈ സംഘടിപ്പിച്ച ഈ മഹത്തായ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തായിട്ട് നമ്മുടെ വേദിയിൽ ഗുരുവന്ദനം നമ്മുടെ അധ്യാപകരെ ആദരിക്കുകയാണ്. പേര് വിളിക്കുന്ന അധ്യാപകരെ കടന്നു വരിക. ആദ്യമായിട്ട് രാധാകൃഷ്ണൻ മാസ്റ്റർ, അദ്ദേഹത്തിന് ഉപഹാരം നൽകി ആദരിക്കുന്നത് വിശ്വനാഥൻ. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി രാധാകൃഷ്ണൻ മാസ്റ്ററെയും അത് ഉപഹാരം നൽകുന്നതിന് വേണ്ടി വിശ്വനാഥനെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. വിജയൻ മാസ്റ്റർ, ആദരിക്കുന്ന മാസ്റ്റർ വിജയൻ മാസ്റ്റർ. ആദരം നൽകുന്നത് നിസാർ കെ പി. ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിജയൻ മാസ്റ്ററെയും മുമ്പന്നോ നൽകുന്നതിന് വേണ്ടി നിസാർ കെ പിയെയും ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ കൺവീനർ കൂടിയാണ് നിസാർ കെ പി. കെ പി മുഹമ്മദ് മാസ്റ്റർ, ആദരം ഏറ്റുവാങ്ങുന്നത് കെ പി മുഹമ്മദ് മാസ്റ്റർ. മുഹമ്മദ് മാസ്റ്ററെ ആദരിക്കുന്നത് അബൂബക്കർ, ആദരിക്കുന്നത് അബൂബക്കർ നെഹ. മൊമെന്റോ നൽകുന്നത് അബൂബക്കർ നെഹ, കെ പി മുഹമ്മദ് മാസ്റ്റർ. മുഹമ്മദ് കോയ മാസ്റ്റർ, മൊമെന്റോ നൽകി ആദരിക്കുന്നത് അബ്ദുൽ അസീസ് അഴിഞ്ഞിലം. അബ്ദുൽ അസീസ് അഴിഞ്ഞിലം. മൊമെന്റോ ഏറ്റുവാങ്ങുന്നത് മുഹമ്മദ് കോയ മാസ്റ്റർ. എം പി സുബൈദ ടീച്ചർ, സുബൈദ ടീച്ചർക്ക് മൊമെന്റോ നൽകുന്നത് ടി പി മെയ്ദീൻ. ടി പി മെയ്ദീൻ. സുബൈദ ടീച്ചർക്ക് ആദരം മൊമെന്റോ നൽകുന്നത് ടി പി മെയ്ദീൻ. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സുബൈദ ടീച്ചറെയും നൽകുന്നതിന് വേണ്ടി മെയ്ദീൻ സാഹിബിനെയും നല്ലൊരു കയ്യടി കൊടുക്കട്ടോ. നമ്മുടെയൊക്കെ പൂർവ്വ അധ്യാപകരാണ്. എം സെയ്ദൽവി മാസ്റ്റർ, അടുത്തതായിട്ട് മൊമെന്റോ ഏറ്റുവാങ്ങുന്നത് സെയ്ദൽവി മാസ്റ്ററാണ്. അസൈനാർ ആബിദ് നൽകുന്നത് അസൈനാർ ആബിദാണ്. നല്ലൊരു കയ്യടി കൊടുക്കുക. സൈനുൽ ആബിദ്, സൈദുൽ ആബിദ് ഐ പി. അടുത്തത് മുഹമ്മദ് ഇക്ബാൽ മാസ്റ്റർ. മൊമെന്റോ ഏറ്റുവാങ്ങുന്നത് മുഹമ്മദ് ഇക്ബാൽ മാസ്റ്റർ, നൽകുന്നത് എൻ ജമാൽ. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ പൂർവ്വ വിദ്യാർത്ഥി പരിപാടിയുടെ ട്രഷറർ കൂടിയാണ് എൻ ജമാൽ. അത് നൽകുന്നതിന് വേണ്ടി ജമാൽ സാഹിബിനെ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഹമ്മദ് ഇക്ബാൽ മാസ്റ്ററെയും ക്ഷണിക്കുന്നു. സത്താർ മാസ്റ്റർ, സത്താർ മാസ്റ്റർക്ക് ഉപഹാരം നൽകുന്നത് സയ്യിദ് അക്ബർ തങ്ങളാണ്. ആദരപൂർവ്വം തങ്ങളെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സത്താർ മാസ്റ്ററെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ വേദി നല്ലൊരു കയ്യോടിയോടുകൂടി നമുക്ക് ആദ്യാക്ഷരം പകർന്ന് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ നമ്മൾ ഗുരുവന്ദനം നടത്തി ആദരിക്കുകയാണ്. അടുത്തത് നമ്മുടെ വേദിയിൽ നടക്കാൻ പോകുന്നത് 80 വയസ്സിന് മുകളിലുള്ള നമ്മുടെ ഈ വിദ്യാലയത്തിലെ ജീവിച്ചിരിക്കുന്ന 80 വയസ്സിന് മുകളിലുള്ളവരെ ആദരിക്കുകയാണ്. ആദ്യ ആദരം ഏറ്റുവാങ്ങുന്നത് കോയാളി കെ ടി. ആദരം നൽകുന്നത് കെ പി മുഹമ്മദ് മാസ്റ്റർ. സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന്
പഠിക്കുകയും സ്കൂളിൻ്റെ നിന്ന് പഠിക്കുകയും എന്നും 80 വയസ്സ് പ്രായത്തിൽ ചുറുചുറുക്കോടുകൂടി ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട കോയാലി KTA KP മുഹമ്മദ് മാസ്റ്റർ മൊമെന്റോ നൽകി ആദരിക്കുന്നത്. പ്രായാധിക്യം കാരണം അദ്ദേഹത്തിന് സ്റ്റേജിൽ പോലും കയറാൻ കഴിയുന്നു. നല്ലൊരു കയ്യടി കൊടുത്തേ. അടുത്തത് ആദരം ഏറ്റുവാങ്ങുന്നത് അബൂബക്കറിന് ആദരം നൽകുന്നത് രാധാകൃഷ്ണൻ മാസ്റ്ററാണ്. ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് 80 വയസ്സ് അതിൻ്റെ മുകളിലായി ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന അബൂബക്കർ, അദ്ദേഹത്തിന് ആദരം നൽകുന്നത് രാധാകൃഷ്ണനാണ്. ആദരപൂർവം അദ്ദേഹത്തിന് മൊമെന്റ് നൽകാൻ രാധാകൃഷ്ണേട്ടനെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട അബൂബക്കർ സാഹിബിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്ത ആദരം ഏറ്റുവാങ്ങുന്നത് ഹംസ CP സാഹിബിന് ആദരം നൽകുന്നത് വിജയൻ മാസ്റ്ററാണ്. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഹംസ CPയെയും അത് നൽകുന്നതിന് വേണ്ടി വിജയൻ മാസ്റ്ററെയും ക്ഷണിക്കുകയാണ്. എന്നും പുഞ്ചിരിയോടുകൂടി വിദ്യാലയത്തിന്റെ തിരുമുറ്റത്തിൽ നിന്നൊരാദരം ഇനിയും ഒരുപാട് കാലം ഏറ്റുവാങ്ങാൻ ദൈവത്തമ്പുരാൻ ആയുസ് നീട്ടിക്കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അടുത്തതായി കുട്ടിക്കോയ ഹാജിക്ക് ആദരം നൽകുന്നത് KP ബാവ ഹാജിയാണ്. കുട്ടിക്കോയ ഹാജിയെയും അത് നൽകുന്നതിന് വേണ്ടി KP ബാവ ഹാജിയെയും ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ പ്രായം 80 വയസ്സിന് മുകളിലൂടെ ഉള്ളവരെ ഈ വേദിയിൽ വന്നവരെ നമ്മൾ ആദരിച്ചു കഴിഞ്ഞു. അടുത്തായി ഗുരുവന്ദനം. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ആദരിച്ചു കഴിഞ്ഞു. അവർക്ക് നമ്മളോട് കുറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അത് ആദരം ഏറ്റുവാങ്ങിയ രാധാകൃഷ്ണൻ മാസ്റ്ററെ ഈ വേദിയുമായി സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. വിശ്വനാഥൻ തങ്ങൾ, KP മാഷ്, മറ്റു മാന്യരായ വ്യക്തികളെ, വേദിയിലുള്ള ബഹുമാന്യരായ സഹോദരന്മാരെ, ഈ സ്കൂളിൻ്റെ 100-ാം വാർഷികം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാക്കി നടത്താൻ തീരുമാനിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇവിടെ നടത്തുന്നത്. എല്ലാ ആശംസകളും നേരുന്നു. എല്ലാ വർഷവും ഇതേപോലെ ഒത്തുകൂടാനുള്ള ഒരു സന്ദർഭം ഇതിൻ്റെ സംഘാടകർ നൽകണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. സന്തോഷം പങ്കുവെക്കാനും അതോടൊപ്പം സ്വന്തം ബുദ്ധിമുട്ടുകൾ പങ്കുവെക്കാനും എല്ലാം ഇങ്ങനൊരു വേദി തുണയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സന്ദർഭത്തിൽ എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന മണിമാഷിനെയും മുഹമ്മദ് കുട്ടി മാഷിനെയും കുഞ്ഞു മുഹമ്മദ് മുൻഷിയെയും ബീബാത്മ ടീച്ചറെയും ദേവി ടീച്ചറെയും ഒക്കെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ വിടവാങ്ങുന്നു. ജയ് ഹിന്ദ്. വേദിയിൽ സംസാരിക്കുകയാണ് വിജയൻ മാസ്റ്റർ. ബഹുമാന്യരായ അധ്യക്ഷ സുഹൃത്തുക്കളെ, മറ്റ് പൂർവ്വ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഞാനിവിടെ 1969 ജൂൺ 2-നാണ് സ്കൂളിൽ ചേരുന്നത്. ആ അവസരത്തിൽ ഒന്ന് ഓർമ്മ വെക്കുകയാണെങ്കിൽ, ഇവിടുന്ന് കടൽ തിരയടിച്ചാൽ ആ ബിൽഡിംഗ് വരെ എത്തിയിരുന്ന അവസരത്തിലാണ് ഞാനിവിടെ വന്നത്. അന്ന് UP സ്കൂളായിട്ടുള്ളൂ. 68-ൽ UP സ്കൂളായി, 69-ലാണ് ഞാനിവിടെ വന്നത്. ആ അവസരത്തിൽ ഇവിടുന്ന് തിരമാല അടിച്ചാൽ ഉടനെ എവിടെ എത്തും? ഇപ്പോഴത്തെ ഈ ബിൽഡിങ്ങിൻ്റെ അടുത്തെത്തും. ഇന്നിപ്പോൾ ആ അവസ്ഥ മാറി. ഇന്ന് നമ്മളെല്ലാവരും വളർന്ന്, അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ KP മാഷ് പറഞ്ഞു, ഓടം എടുത്താൽ കുട്ടികളുണ്ടാവില്ല, കുട്ടികളെല്ലാവരും പോവും. അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളിവിടെ വന്നത്. അന്ന് ഞങ്ങളോട് ഇവിടുത്തെ രക്ഷിതാക്കൾ അങ്ങേയറ്റം സഹകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബലമാണ് ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഇന്ന് എവിടെ കണ്ടാലും നിങ്ങളെ ആ പുഞ്ചിരി, അതാണ് ഞങ്ങളുടെ സ്വത്ത്, വേറെ ഒന്നുമില്ല. അത്ര മാത്രമേ ഉള്ളൂ. ഇത് വേറെ എവിടെ നിന്നും കിട്ടില്ല, വേറൊരാൾക്കും കിട്ടില്ല. അതുകൊണ്ട് ഈ
ഒരു സ്നേഹം നമുക്ക് ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം നിലനിൽക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മുഹമ്മദ് മാസ്റ്റർ. വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള ഈ വിദ്യാലയത്തിൽ ആദ്യാക്ഷരം കുറിച്ച രക്ഷിതാക്കളെ, കുട്ടികളെ, നാട്ടുകാരെ, വളരെ സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഈ വിദ്യാലയം തുടങ്ങി 100 വർഷം പിന്നിടുകയാണ്. അതിന് ഒരുപാട് ചരിത്രം പറയാനുണ്ട്. ആ ചരിത്രങ്ങൾ ഇപ്പം പറഞ്ഞാലൊന്നും ആര് പറഞ്ഞാലും തീരില്ല. പക്ഷേ നമ്മളൊക്കെ, ഞാൻ 79-ലാണ് ഇവിടെ വിദ്യാലയത്തിൽ ചേർന്നത്. ഇപ്പോൾ 10 വർഷമായി ഈ വിദ്യാലയത്തോട് വിട പറഞ്ഞിട്ട്. ഏതായിരുന്നാലും ഈ കാലഘട്ടത്തിൽ എൻ്റെ മുന്നിലിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ടുള്ള അവരിപ്പോഴും എൻ്റെ കുട്ടികളായിട്ടാണ് ഞാൻ കാണുന്നത്. സത്യത്തിൽ അധ്യാപന വൃത്തി മറ്റ് ജോലികളെ പോലെയല്ല എന്നെല്ലാവർക്കും അറിയാം. എവിടെ ചെന്നാലും നമുക്ക് ഒരു മാന്യത കൽപ്പിക്കുന്ന, ബഹുമാനം കൽപ്പിക്കുന്ന ഒരവസ്ഥ അധ്യാപന വൃത്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് കൈകൾ നീണ്ടുവരികയും ഹസ്തദാനം നടത്തുകയും ചെയ്യണ്ടായി. ഇന്നും അന്നും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അന്നത്തെ വിദ്യാർത്ഥികൾ അവർ പലപ്പോഴും ശിക്ഷ മേടിച്ചവരായിരിക്കും, വെറുതെ ആയിരിക്കില്ല. അന്നത്തെ ആ കാലഘട്ടത്തിൻ്റെ അവസ്ഥയാണത്. പക്ഷെ ആ കുട്ടികൾക്ക് അധ്യാപകരോടുള്ള ഒരു സ്നേഹവും വാത്സല്യവും ഒന്നും ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന കുട്ടികളിൽ കാണാനില്ല. അത് കുട്ടികളെ കുറ്റമല്ല, ഈ സമൂഹം അങ്ങനെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ രക്ഷിതാക്കളോട്, എൻ്റെ വിദ്യാർത്ഥികളും എന്നാൽ ഇപ്പോൾ രക്ഷിതാക്കളുമായ എൻ്റെ കുട്ടികളോട് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ വളർത്തുന്നതോടൊപ്പം അവരിൽ ആ അധ്യാപകരോടും മാതാപിതാക്കളോടും മറ്റുള്ളവരോടൊക്കെ സ്നേഹത്തിൽ വർത്തിക്കാനുള്ള അവസ്ഥ ഉണ്ടാകാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് ഇത്തരുണത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ച സയ്യിദ് അലവി കോയ തങ്ങൾക്കും അതേപോലെ ഈ സ്ഥാപനത്തെ അത്യധികം സ്നേഹിച്ച് നമ്മോട് വിട പറഞ്ഞു പോയ ഒരുപാട് ആളുകൾ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി വളരെയധികം പ്രയാസപ്പെട്ട ആളുകൾക്ക് അള്ളാഹു അവർക്ക് മർഹമത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്തായിട്ട് സുബൈദ ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലുള്ള മറ്റു മഹത് വ്യക്തിത്വങ്ങളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, നമ്മുടെ വിദ്യാലയത്തിൻ്റെ 100ാം വാർഷികം ഒരു വർഷത്തിൽ നീണ്ടു നിൽക്കുമ്പോൾ അതിലൊരു ദിവസം പൂർവ്വ വിദ്യാർത്ഥികൾക്കും പൂർവ്വ അധ്യാപകർക്കും തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ നമ്മളെ ക്ഷണിച്ചതിലും സന്തോഷമുണ്ട്. ഈ പരിപാടിയിൽ എനിക്ക് ഒറ്റ വാക്ക് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ ഈ വിദ്യാലയത്തിലുള്ള, അതായത് ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് അമിതമായ സന്തോഷമാണ് നമ്മൾ അധ്യാപകരെ കണ്ടാൽ.
ഞാനൊക്കെ എന്നെ പഠിപ്പിച്ച അധ്യാപകനെ കണ്ടാൽ എനിക്ക് മാഷൊക്കെ എന്നെ ഓർമ്മയുണ്ടോ, ഇല്ലെങ്കിൽ എന്നെ ഓർമ്മയില്ലെങ്കിൽ എന്നെ ഞാൻ പറഞ്ഞാലും ഓർമ്മ ഉണ്ടാവില്ല എന്ന് കരുതി കാണാതിരിക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾ ടീച്ചറെ എന്ന് പറഞ്ഞ് സുബേദ ടീച്ചറല്ലേ എന്നെ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു എന്നും 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പല വേദികളിൽ നിന്നും പല സദസ്സുകളിൽ നിന്നും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. വളരെയധികം സന്തോഷമാണ്. ഈ വിദ്യാർത്ഥികളോട് നമ്മുടെയൊക്കെ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ നിർത്തുന്നു. ജയ്. സൈദലവി മാസ്റ്റർ. പ്രിയമുള്ള അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി രക്ഷിതാക്കളെ, ഈ ഒരു സദസ്സ് വളരെ ഹൃദ്യമായ ഈ സദസ്സ് ഇതുപോലുള്ളൊരു സദസ്സ് ഇനിയും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മുഹമ്മദ് ഇക്ബാൽ മാസ്റ്റർ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്ന പൂർവ്വ വിദ്യാർത്ഥികളെ, 100 വർഷക്കാലമായി ഈ പ്രദേശത്തിൻ്റെ ദിശാബോധം നൽകുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുൻ അധ്യാപകർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഒരു സ്ഥാപനം ഒരു പ്രദേശത്ത് തുടങ്ങുമ്പോൾ അതിന് സ്ഥാപനത്തിന് മുന്നിട്ടിറങ്ങിയ ആളുകളുടെ ഒരു ലക്ഷ്യമുണ്ടാവും. ഈ പ്രദേശത്തിലെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ അവർ അതിന് തുടക്കം കുറിച്ചത്. അതിൻ്റെ പിൻഗാമികളായ നാം ആ ദൗത്യം ഏറ്റെടുത്ത് വരും തലമുറയ്ക്ക് വളരെ ആധുനികമായ ഒരു വിദ്യാഭ്യാസ സമുച്ചയമാക്കി മാറ്റാൻ എന്തുകൊണ്ടും കഴിവുള്ളവരാണ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു കൂട്ടായ്മ ഈ സ്ഥാപനത്തിൻ്റെ വികസനത്തിനും തദ്വാര ഈ പ്രദേശത്തിൻ്റെ സമൂലമായ മാറ്റത്തിനും തുടക്കം കുറിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇവിടെ പഠിച്ചു പോയിരിക്കുന്ന വിദ്യാർത്ഥികൾ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായി പലപ്പോഴും കാണാൻ കഴിയാറുണ്ട്. വിദേശ സർവകലാശാലകളിൽ വരെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. വിദ്യാഭ്യാസേതര മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികളാണ് ഇവിടുന്ന് പോയത്. ഇനി വരുന്ന കുട്ടികളെയും വ്യത്യസ്ത വ്യക്തിത്വങ്ങളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സർവ്വവിധ ആശംസകൾ നേർന്നു. ജയ് ഹിന്ദ്. സത്താർ മാസ്റ്റർ. സദസ്യരെ നമസ്കാരം. 2 മിനിറ്റ് അനുവാദമുള്ളൂ. ഞാൻ ആദ്യം ഈ അലുമിനി മീറ്റിന് ആശംസകൾ അറിയിക്കുകയാണ്. ശേഷം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. 30 കിലോമീറ്റർ ദൂരെ നിന്നും ഇവിടെ എത്തിയിട്ട് ഒരു 3 മിനിറ്റ് കൊണ്ട് അനുവാദം ചോദിക്കുകയാണ്. കാരണം 76-ലാണ് ഞാനിവിടെ അധ്യാപകനായി ജോലി ചെയ്യുന്നത്. എനിക്കൊരു 20-21 വയസ്സ് പ്രായം. സത്യത്തിൽ ഞാൻ കടലുണ്ടി നഗരം എന്ന പ്രദേശത്താണ് ജോലി എന്ന് പറഞ്ഞു എൻ്റെ ഫാദറിനോട് ഒരുമിച്ച് അങ്ങോട്ട് വന്നത്. കാരണം എനിക്ക് ഭയമായിരുന്നു ഒരു നഗരത്തിൽ പോവുക. ഞാൻ ആകെ തന്നെ വാഴക്കാട് സ്വദേശത്ത് നിന്ന് കോഴിക്കോട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇന്ന് 50 വർഷങ്ങൾ പിന്നിട്ട് ഏകദേശം വന്നതിന് ശേഷം 100 വർഷം പിന്നിടുന്ന ഈ സ്കൂളിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അധ്യാപകനായി ഞാനിവിടെ പ്രവേശിക്കുമ്പോൾ അന്ന് ഈ ഗ്രാമീണ അന്തരീക്ഷമായിരുന്നെങ്കിൽ ഇന്ന് സത്യത്തിൽ ഈ റോഡരികിൽ കൂടി വന്നപ്പോൾ കണ്ടത് ഒരു നഗരത്തിൻ്റെ ഒരു പ്രതീതിയാണ്. ഇപ്പോഴാണ് ശരിക്കും ഇവിടെ കടലുണ്ടി നഗരമായി മാറിയത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം പരപ്പനങ്ങാടി BM വർക്ക് ചെയ്തു, വാഴക്കാട് ഹൈസ്കൂളിൽ വർക്ക് ചെയ്തു. ഇപ്പം ഇവിടെ ചാലിയം, നിങ്ങൾക്ക് പരിചയമുള്ള ചാലിയം ഇമ്പിച്ചിയാജി ഹൈസ്കൂളിൽ നിന്നാണ് റിട്ടയർഡായത്. 15 വർഷമായി 70ലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മളെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, ജപ്പാനിലൊക്കെ 100 വർഷമാണ് ഒരു ആവറേജ് വയസ്സെന്ന്. അപ്പോൾ ഒരു 30 വർഷത്തെ ലൈഫ് കൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആരോഗ്യകരമായ ഒരു ആയുസ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒന്നുകൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്ത മറ്റുള്ള സ്ഥലങ്ങൾ മോശപ്പെടുത്തി പറയല്ല, ഇവിടുത്തെ ജനങ്ങളെപ്പറ്റി എനിക്ക് വളരെയധികം അന്ന് മുതൽ ഇന്ന് വരെ, ഞാൻ താമസിച്ചിരുന്നത് കുറച്ചുകൂടി അപ്പുറത്തുള്ള ആ ബിൽഡിങ്ങിൻ്റെ മുകളിലായിരുന്നു. ഈ ജനങ്ങൾ അത്ര സ്നേഹം കൊണ്ട് മാത്രമാണ്
ഇവരുടെ ഇതിൻ്റെ സംഘാടകർ എന്നെ വിളിച്ച് ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നട്ടുച്ച വെയിലത്ത് 30 കിലോമീറ്റർ ഞാൻ ബൈക്ക് ഓടിച്ച് ഇവിടെ വരാനുള്ള കാരണം ഈ പ്രദേശത്തോടും ഇവിടുത്തെ ജനങ്ങളോടുള്ള താല്പര്യമാണ്. അത് വീണ്ടും നിലനിർത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ കഴിവിൻ്റെ പരമാവധി. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലം വാഴക്കാടാണ്. പരപ്പനങ്ങാടി നിന്നാണ് കല്യാണം കഴിച്ചത്. അതുകൊണ്ട് ഈ വഴിക്ക് പോവാറുണ്ട്. സ്കൂളിൽ പലപ്പോഴും ഇവിടെ കയറാറുണ്ട്. എങ്കിലും ചാലിയ സ്കൂളിൽ ഒരു പ്രാവശ്യം പോകുമ്പോൾ 3 പ്രാവശ്യമെങ്കിലും ഞാൻ ഇവിടെ കയറിയിട്ടാണ്. അപ്പോൾ അത്രമാത്രം ആത്മബന്ധി സ്ഥാപനത്തോടുണ്ട്. അത് ഇനിയും നിലനിൽക്കട്ടെ എന്ന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഗുഡ് ഈവനിങ്. അടുത്തതായിട്ട് നമ്മുടെ വേദിയിൽ നടക്കാൻ പോകുന്നത് റജ്മുമാൻ പവർ കൺസൾട്ടൻസി സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകുന്നത് KP കോയ, ഏറ്റുവാങ്ങുന്നത് പ്രധാനാധ്യാപകൻ P അബ്ദുൽ ജലീൽ. അത് നൽകുന്നതിന് വേണ്ടി KP കോയയെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനെയും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. Goa has the magic of the tropics. Everywhere you go all day long is the beauty of the tropical. ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായ AK ഹിബത്തുള്ള അദ്ദേഹം രചിച്ച പുസ്തകം സ്കൂൾ ലൈബ്രറിയിലേക്ക് നൽകുന്നു. ഏറ്റുവാങ്ങുന്നത് പ്രധാന അധ്യാപകനാണ്. അത് രചിച്ച വിലായത്തുള്ളയെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രധാന അധ്യാപകരെയും ക്ഷണിക്കുകയാണ്. ഈ സ്കൂളിൽ നിന്ന് പഠിച്ച ഒരു വിദ്യാർത്ഥി ഒരു പുസ്തകം രചിക്കാൻ തയ്യാറായി അത് ലൈബ്രറിയിലേക്ക് നൽകുകയാണ്. അപ്പോൾ 100 വർഷങ്ങൾക്കപ്പുറം നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് ഒരു പുസ്തകം രചിക്കുന്നയാളും പിറവിയെടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ അഭിമാനം കൊള്ളുകയാണ്. അത് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രധാന അധ്യാപകനാണ്. ഒന്ന് കൈയടിക്കട്ടോ. നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയതാണ്. യോഗത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ വൈസ് ചെയർമാൻ VP അബ്ദുറഹ്മാൻ സാഹിബ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. സഹൃദയ സദസ്സേ, അഭിനന്ദനങ്ങൾ. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, മറ്റ് വിശിഷ്ട അതിഥികളെ, പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് പല ദിക്കിൽ നിന്നും വന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, എന്നെയും അതുപോലെ നിങ്ങളിൽ പലവരെയും പഠിപ്പിച്ച നമ്മുടെ പൂർവ്വ അധ്യാപകരാൽ അനുഗ്രഹീതമായ ഈ സദസ്സിൽ നിങ്ങളെയൊക്കെ അഭിസംബോധനം ചെയ്ത് 2 വാക്ക് പറയാൻ അവസരം നൽകിയ സർവരക്ഷിതായ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കൺവീനർ KP നിസാർ വളരെ വിശദമായി നമ്മുടെ ഈ അലൂമിനി രൂപീകരണത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് സവിസ്തരം ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഈ അലൂമിനി രൂപീകരിക്കാൻ കേവലം 2-3 ആഴ്ച സമയം കിട്ടിയിരുന്നുള്ളൂ. 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ 100ാം വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ സ്കൂളിൻ്റെ മഹനീയമായ പൈതൃകം നിലനിർത്തുവാൻ വേണ്ടിയും അതോടൊപ്പം ഈ സ്കൂളിന് വേണ്ട സാമ്പത്തികമായും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായുമുള്ള എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങൾ ഈ വിദ്യാലയത്തിന് അർപ്പിക്കുവാൻ വേണ്ട ഭാവി പരിപാടികളെക്കുറിച്ച് ആസൂത്രണം ചെയ്യുക എന്നുള്ള പ്രധാന ലക്ഷ്യമാണ് നമ്മുടെ ഈ അലൂമിനി രൂപീകരണത്തോടു കൂടി നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, പ്രിയമുള്ളവരെ, നമ്മൾ കഴിയുന്ന അത്രയും ശ്രമിച്ചുകൊണ്ട് പല ആളുകളെയും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുപോയ വിലായത്തുള്ള ഇവിടെ പഠിച്ച ആളാണ്. അദ്ദേഹം ലെക്ചററാണ്, സ്വന്തമായി പുസ്തകം എഴുതി. അതുപോലെ പല മേഖലകളിലും കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ വിദ്യാർത്ഥികളായിരുന്ന ഇവിടെ പഠിച്ചിരുന്ന പല ആളുകളും പല മേഖലകളിലാണ്. കുറേ പേർ പ്രവാസ ജീവിതം നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ പേർ കാലയവനിക്കുള്ളിൽ മറഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ അധ്യാപകന്മാർ ചിലർ തന്നെ മറഞ്ഞുപോയി. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ആർക്കും മറക്കാൻ കഴിയാത്ത, നമുക്കൊക്കെ ഉപ്പുമാവ് കോരിത്തന്ന യായ
നമുക്കെല്ലാവർക്കും ഇന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ തത്തിക്കളിക്കുന്നവരാണിത്. എപ്പോഴും സ്നേഹത്തോടെ നമുക്ക് വാരിക്കോരി തന്ന ആ അയ്യ നമ്മളെയും വിട്ടുപിരിഞ്ഞിട്ട് 3-4 വർഷം കഴിഞ്ഞു. അവരുടെ ഖബർ ജീവിതം സർവശക്തൻ ധന്യമാക്കി കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഞാൻ എൻ്റെ നന്ദി പ്രകാശന കർമ്മം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ അധ്യക്ഷവേദി അലങ്കരിച്ച പ്രിയപ്പെട്ട വിശേട്ടൻ, അദ്ദേഹത്തിൻ്റെ സർവ്വ നന്ദിയും എൻ്റെ സ്വന്തം പേരിലും ഈ അലൂമിനി അസോസിയേഷൻ്റെ പേരിലും പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ വന്ധ്യരായ പ്രിയപ്പെട്ട അധ്യാപകന്മാർ, എന്നെയും നിങ്ങളെയും കണക്ക് പഠിപ്പിച്ച രാധാകൃഷ്ണൻ മാസ്റ്റർ, ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ച KP മാസ്റ്റർ, അതുപോലെ മലയാളം പഠിപ്പിച്ച വിജയൻ മാസ്റ്റർ, ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വൈകിയ വേളയാണ്, നമ്മുടെ അടുത്ത സെഷൻ തുടങ്ങാനായി. അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും, അതുപോലെ തന്നെ സത്താർ മാസ്റ്റർ, മുഹമ്മദ് കോയ മാസ്റ്റർ, മറ്റെല്ലാ അധ്യാപകന്മാർക്കും എൻ്റെ സ്വന്തം പേരിലും ഈ അലുമിനി അസോസിയേഷൻ്റെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സദസ്സിനെ ധന്യമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്വന്തം പേരിലും ഈ അലൂമിനി അസോസിയേഷൻ്റെ പേരിലും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ മഹാസമ്മേളനം താൽക്കാലികമായി പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു. ആരും തന്നെ സദസ്സിൽ നിന്ന് പോകരുത്. നമ്മുടെ അടുത്ത പരിപാടി ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. മാത്രമല്ല ഇവിടെ മെഗാ പ്രൈസ് ഉണ്ട്. ആ പ്രൈസ് എടുക്കൽ 7 മണിക്കാണ്. ആരാണോ സദസ്സിൽ ഹാജരുള്ളവർ അവർക്ക് മാത്രമേ ആ പ്രൈസ് കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുക. മാത്രമല്ല നമ്മുടെ ഈ സ്കൂളിന് വേണ്ട ഭാവി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. മാത്രമല്ല നിങ്ങളും നമ്മളെല്ലാവരും നമ്മളെ ബന്ധുക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നുള്ള പുതിയ വിദ്യാർത്ഥികളെ ഈ സ്ഥാപനത്തിൽ ചേർത്തിക്കൊണ്ട് ഈ സ്കൂളിനെ ഉന്നതിയിലേക്ക് ഉയർത്തുവാൻ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വരയിടുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, എൻ്റെ പേര് അബ്ദുൽ അസീസ്. ഇപ്പം ഞാൻ താമസിക്കുന്നത് ഫാറൂഖ് കോളേജിൻ്റെ അടുത്ത് കടവ് റിസോർട്ട്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അതിൻ്റെ അടുത്തായിട്ടാണ്. ഞാൻ 1974-76 കാലഘട്ടങ്ങളിൽ ഇവിടെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. പ്രിയപ്പെട്ട KP മാഷും ബാലഗംഗാധര മാഷും രാധാകൃഷ്ണ മാഷൊക്കെ, മണിമാഷടക്കമുള്ള ആളുകൾ അവരുടെയൊക്കെ വളരെ ലാളനയോടുകൂടി ക്ലാസ്സിൽ വരാനും അവരിൽ നിന്നൊക്കെ കിട്ടിയ ആവേശകരമായ സംസാരങ്ങളും ക്ലാസ്സുകളൊക്കെ തന്നെ ജീവിതത്തിലേക്ക് പകർത്തുവാനും എനിക്ക് സാധിച്ചു. ഞാൻ ഈ മുറ്റത്തേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ അന്ന് പഠിച്ച ആ ബിൽഡിംഗ് പൊളിച്ചു പോയിട്ടില്ല. ഇന്നും 5-ാം ക്ലാസ്സും 6-ാം ക്ലാസ്സും പഴയ ബിൽഡിങ്ങായി നിലനിൽക്കുകയാണ്. ആ ഓർമ്മകൾ ഇവിടെ വരുന്ന ഓരോ പൂർവ്വ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ കോളേജേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ പ്രൊഫഷണൽ എല്ലാ സ്ഥാപനങ്ങളെക്കാളും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ പഠിച്ച ചെറിയ വിദ്യാലയത്തെയാണ്. നമ്മൾ ആദ്യമായി കടന്നു വരുന്ന 1-ാം ക്ലാസ് തൊട്ട് 7-ാം ക്ലാസ് വരെയുള്ള സ്കൂള് നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ അത് മറക്കുകയില്ല. ഞാൻ ഓർക്കുന്നു, മലപ്പുറം ജില്ലയിൽ ഒരു കലക്ടറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഞാൻ കലക്ടറായി ആദ്യമായിട്ട് എത്തിയത്, ഞാൻ അക്കാലത്ത് പാവപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട അംഗമായിരുന്നു. ഞാൻ പഠിച്ചു വളർന്ന അംഗനവാടിയിലാണ് ഞാൻ ആദ്യമായി എനിക്ക് ജോലി കിട്ടിയപ്പം കടന്നു വന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതുപോലെ നമ്മളിൽ പലരും നമ്മൾ വളരെ താഴെയിലേക്ക് കടന്നു വന്ന് ഞാൻ പഠിച്ച സ്കൂളിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് വരുന്ന ഒരു വിഭാഗമായി മാറാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാതാവാണ്. നമുക്ക് പാല് തന്ന്, നമുക്ക് ഭക്ഷണം തന്ന്, നമുക്ക് വിദ്യാഭ്യാസം തന്ന് ഉയരത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നത് ഈ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയുകയില്ല. പക്ഷേ 100 വർഷം പിന്നിട്ടപ്പോഴാണ് ഇങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഇതിനൊരു കമ്മിറ്റി വേണമെന്നൊക്കെയുള്ള ചിന്തകൾ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ളത്. വളരെയധികം അഭിനന്ദനം അറിയിക്കുന്ന, 100 വർഷം പിന്നിട്ടെങ്കിലും ഇപ്പോഴെങ്കിലും നമുക്ക് 101-ാമത്തെ വർഷത്തിൽ നമ്മുടെ പഠിച്ച സ്ഥാപനത്തെക്കുറിച്ച് ഓർക്കാനുള്ള ഒരു അവസരം ലഭിച്ചു എന്നത് സന്തോഷമാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, സമൂഹത്തിലേക്ക് മനുഷ്യനെ കയറി വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ്. പക്ഷെ ഇവിടെ നന്ദി പറയുന്ന സമയത്ത് പ്രിയപ്പെട്ട VP അബ്ദുറഹ്മാൻ സാഹിബ് സൂചിപ്പിച്ചു, നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ്. തൊട്ടടുത്തൊരു സ്കൂൾ, LP സ്കൂൾ, സർക്കാർ എല്ലാ സൗകര്യം ചെയ്തുകൊണ്ട് ആ പ്രൈവറ്റ് സ്ഥാപനത്തെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഒരു സ്ഥാപനം വളർന്നു വരുമ്പോൾ നമ്മുടെ കുട്ടികളെ കുറച്ച് പണമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോലും, ഒരു സാധാരണക്കാരനായ മത്സ്യക്കച്ചവടക്കാരനാണെങ്കിൽ പോലും എൻ്റെ കുട്ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ മറിച്ചാണ് ചിന്തിക്കേണ്ടത്. പൂർവ്വകാലങ്ങളിൽ ഇവിടെ പഠിച്ചുപോയ ആളുകൾ പലരും സൂചിപ്പിച്ചത് ഡോക്ടർമാരായ ആളുകളുണ്ട്, എഞ്ചിനീയർമാരായ ആളുകളുണ്ട്, വളരെ ഉയർന്ന തലത്തിലേക്ക് എത്തിയ ആളുകളുണ്ട്. അവരൊക്കെ പഠിച്ചത് ഈ സ്കൂളുകളിൽ നിന്ന്, ഇംഗ്ലീഷ് മീഡിയമല്ലാത്ത മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ച് അവർ ഉയരത്തിലേക്ക് എത്തിയ ആളുകളാണ്. പക്ഷേ ഇന്ന് നമ്മൾ പഠിച്ചുപോയ സ്കൂള് മലയാളമൊക്കെ തന്നെ നമുക്ക് വേണ്ടാത്ത രൂപത്തിലേക്ക്, ഈ സ്ഥാപനം എന്തായാലും കുഴപ്പമില്ല, അപ്പുറത്തെ സ്ഥാപനം 1000-ഉം 1500-ഉം മാസത്തിൽ ഫീസ് കൊടുത്തുകൊണ്ട് ആ സ്ഥാപനത്തെ വളർത്താൻ വേണ്ടിയാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കുട്ടി, നമ്മുടെ മാതാവ്, നമ്മുടെ രക്ഷിതാവാണ് ഈ സ്കൂള്. ഈ സ്കൂളിലേക്ക് ഓരോ പിതാവും, ഓരോ മാതാവും, ഓരോ കുടുംബവും ഈ സ്കൂളിലേക്കാണ് നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞയക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാനിത് പറയാൻ കാരണം, ഞാനൊരു സ്കൂളിൻ്റെ മാനേജറാണ്. ഒരു LP സ്കൂൾ എൻ്റെ നാട്ടിലുണ്ട്. ആ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം 60 കുട്ടികളാണുള്ളത്. 4 അധ്യാപകന്മാരുണ്ട്. പലപ്പോഴും നമ്മൾ വീടുകളിൽ കയറി പറയും, നിങ്ങളുടെ കുട്ടികളെ ഈ സ്കൂളിലേക്ക് ചേർക്കൂ, എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറയുമ്പോഴും അപ്പുറത്തെ LKGയിലേക്ക്, ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ആ കുട്ടിയെ വളർത്താണ്. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ കരാട്ടെ പഠിക്കാൻ പറഞ്ഞയക്കുകയാണ്. കരാട്ടെ പഠിപ്പിക്കണം. എന്തിനു വേണ്ടി? പെൺകുട്ടികളെ കരാട്ടെ പഠിപ്പിച്ചിട്ട് വാഴക്കാട് നമ്മൾ കണ്ട വാർത്ത ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. നമ്മുടെ കുട്ടികളെ നോക്കാൻ, നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല. എന്താണ് ആ പെൺകുട്ടികൾ പറയുന്നത്? അത് അംഗീകരിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം മാറിയിരിക്കുന്നു. എൻ്റെ കുട്ടി എന്താകണമെന്ന് ചിന്തിക്കാൻ രക്ഷിതാക്കൾക്ക് കടമയുണ്ട്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ അവരെക്കുറിച്ച് നോക്കുവാനോ, അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം കിട്ടിയാൽ മതി. എൻ്റെ കുട്ടി നശിച്ചു പോകുന്നുണ്ട്, എൻ്റെ കുട്ടിയുടെ കുടുംബം തോണ്ടിപ്പോകുന്നുണ്ട്, എൻ്റെ കുട്ടിയുടെ ഭാവി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ എൻ്റെ പഞ്ചായത്തിലെ തൊട്ടടുത്താണ് വാഴക്കാട് എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അവിടുത്തെ ഓരോ ദിവസത്തെ റിപ്പോർട്ടുകളും വായിക്കുമ്പോൾ വളരെയധികം വേദനാജനകമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികളെ 2 കണ്ണും കൊണ്ട് വളരെ ആസൂത്രിതമായി നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ കുടുംബം, നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. വിദ്യാഭ്യാസത്തെക്കാൾ അപ്പുറത്ത് ജീവിതമാണ് വലുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ വിദ്യാഭ്യാസ മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ജീവിതത്തിന് തുല്യമായ ഒരു വിദ്യാഭ്യാസത്തിലേക്കാണ് നമ്മൾ ഉയർത്തേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, നമുക്കറിയുന്നത് പോലെ ഈ സ്കൂളിന്റെ വിജയത്തിന് വേണ്ടി നമുക്ക് പറഞ്ഞല്ലോ 1-2 ബിൽഡിങ്ങുകൾ ഇവിടെ ഉണ്ടാക്കേണ്ടതുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അതുപോലെ തന്നെ പണമുള്ള ആളുകളും ഒക്കെ തന്നെ സഹകരിച്ചാൽ നമുക്ക് ഈ സ്ഥാപനം വളരെ ഉയരത്തിലേക്ക് പെട്ടെന്നുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് കഴിവിൻ്റെ പരമാവധി സഹായിക്കുവാനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തന വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ആക്കം കിട്ടുവാനൊക്കെ സാധിക്കും എന്നതിനെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട KP മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. 1-2 വാചകം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാനിവിടെ പഠിക്കുന്ന കാലത്ത് ഞാൻ സ്കൂളിലെ ലീഡറായിരുന്നു. എനിക്കുണ്ടായ ഒരു അനുഭവം, എൻ്റെ ജീവിതത്തിൽ ഈ സ്കൂളിൽ പഠിച്ച കാലത്തുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. KP മാസ്റ്റർ ആ സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഞാൻ പഠിക്കാൻ വലിയൊരു കഴിവുള്ള ആളല്ലെങ്കിലും ഈ മീഡിയം ലെവലിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് സ്കൂൾ ക്ലാസ്സിൻ്റെ ലീഡറാണ് ഞാൻ. അപ്പോൾ എനിക്ക് പഠനത്തിൽ വ്യത്യാസം വന്നപ്പോൾ കുറേ കുട്ടികൾക്ക് ഇമ്പോസിഷൻ കൊടുത്തു. 100 പ്രാവശ്യം നിങ്ങൾ ആ പദ്യം ഇമ്പോസിഷൻ ചെയ്ത് കൊണ്ടുവരണമെന്ന് KP മാസ്റ്റർ പറയാണ്. അപ്പം എൻ്റെ ആ ബുദ്ധി വെച്ചുകൊണ്ട് ഞാൻ ക്ലാസ് ലീഡർ എന്നതിലേക്ക് ഞാൻ എൻ്റെ അധികാരം ഉപയോഗപ്പെടുത്താണ്. കുട്ടികളോട് പറഞ്ഞു, ആരും എഴുതണ്ട, മാസ്റ്റർ പറഞ്ഞോട്ടെ, നമ്മൾ എഴുതേണ്ടതില്ല എന്ന് പറഞ്ഞ് പിറ്റേന്ന് രാവിലെ ക്ലാസ്സിലേക്ക് മാസ്റ്റർ വന്നപ്പം ഇമ്പോസിഷൻ എഴുതിയ പുസ്തകം ചോദിച്ചപ്പം ആരും പുസ്തകം എഴുതി കൊണ്ടുവന്നിട്ടില്ല. അപ്പം ആരെ പറഞ്ഞു ചോദിച്ചപ്പോൾ അസീസാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളാരും എഴുതണ്ട, അസീസ് 1000 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് ശിക്ഷ തരികയുണ്ടായി. KP മാസ്റ്റർ എൻ്റെ മുമ്പിലുണ്ട്, ഞാൻ മറന്നുപോയി, പക്ഷേ മാസ്റ്റർ അത് മറന്നു കാണും. അതുപോലെ മുമ്പ് കാലങ്ങളിൽ ഈ പാർലമെന്റിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും.
പ്രധാനമന്ത്രി, സ്പീക്കർ, മന്ത്രിമാർ, അങ്ങനെ കുട്ടികൾക്കൊക്കെ ഒന്ന് പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. അപ്പോൾ ആ സ്പീക്കർ എന്നുള്ളത് ആ ഒരു പോസ്റ്റും എനിക്ക് കിട്ടി. അപ്പോൾ ആ ആവേശം രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ കടന്നു വരെയുള്ള ഒരു ആവേശം അതിന് കിട്ടുകയാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ കിട്ടിയ ആ ആവേശങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ വിദ്യാഭ്യാസമുള്ളത് കൊണ്ട് എൻ്റെ കുടുംബത്തിൽ എൻ്റെ മകളെ ഒരു അധ്യാപികയാക്കി മാറ്റാൻ എനിക്ക് സാധിച്ചു. വളരെ ഉയർന്ന വിദ്യാഭ്യാസം കൊടുത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ച് നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്ത് എൻ്റെ മകളെ ജോലിക്ക് പറഞ്ഞയക്കാൻ എനിക്ക് സാധിച്ചു. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പറഞ്ഞയച്ചില്ല. ഞാൻ മലയാളം മീഡിയത്തിൽ മാത്രം പഠിച്ച് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഉമ്മമാരോടാണ്. ഉമ്മമാരാണ് എൻ്റെ കുട്ടികൾക്ക് വലിയ വിദ്യാഭ്യാസം കിട്ടണമെന്ന് ആഗ്രഹിക്കുക. നിങ്ങൾ മലയാളം മീഡിയത്തിൽ പഠിക്കുക. മലയാളം മീഡിയത്തിൽ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് പോകാൻ കഴിയും. MA-യും അതുപോലെ MSc-യും എല്ലാ ഡിഗ്രികളും ഉണ്ടാക്കി ഉയർന്ന തലത്തിലേക്ക് എത്താനും കഴിയും. അതുകൊണ്ട് ഈ ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനത്തെ, നമ്മുടെ പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി, ഈ സ്ഥാപനത്തെ എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നതിന് വേണ്ടി നാട്ടുകാർ എന്ന നിലയ്ക്ക് നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രമല്ല, നമുക്കറിയപ്പെടുന്ന വരുമാനം എന്ന് പറയുന്നത് മത്സ്യമാണ്. മത്സ്യം പിടിച്ചുകൊണ്ടുവന്ന നമ്മുടെ സഹോദരന്മാർ ജീവിതമാർഗം കഴിക്കുന്നത് ഇതിലൂടെയാണ്. ഇതിൽ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ സ്ഥാപനം വളരേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ മഹത്തായ സ്ഥാപനത്തിന് ഉണ്ടാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിന് അവസരം നൽകിയ ഇതിന് ഞാനടക്കമുള്ള സംഘാടക സമിതിയെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.